ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഏപ്രിൽ 30 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും മറ്റുള്ള സെക്ഷനിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്സ് ആണ്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സസ് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ് ഇതാണ്: RBI പ്രപ്പോസസ് ടൈറ്റർ നോംസ് ഫോർ LSPs ഓഫറിംഗ് മൾട്ടിപ്പിൾ ലോൺ പ്രോഡക്ട്സ്. അപ്പോൾ ജസ്റ്റ് എ സെക്കൻഡ്, RBI ടൈറ്റർ ആയിട്ടുള്ള റൂൾസ് നോംസാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഫോർ LSPസിന് വേണ്ടിയിട്ട്, അതായത് ലെൻഡിങ് സർവീസ് പ്രൊവൈഡേഴ്സിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ലോൺ പ്രോഡക്ട്സ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈറ്റർ നോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI lays out norms for voluntary conversion of small finance banks into universal banks. അപ്പോൾ RBI ഫൗണ്ടേഷൻ എന്താ പറയുക, ലേസ് ഔട്ട് നോംസ് കൊണ്ടുവന്നിരിക്കുകയാണ് ഫോർ വോളണ്ടറി കൺവേർഷൻ ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സിനെ യൂണിവേഴ്സൽ ബാങ്ക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള നോംസ്, അതിനുള്ള നോംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. RBI came out with guidelines for the voluntary conversion of small finance banks into universal banks. The guideline for on-tap licensing of small finance banks in private sector, dated 5th December 2019, provided a transition path for small finance banks to become universal banks. To be eligible for conversion into a universal bank, the RBI stipulates that only listed small finance banks will qualify. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ അതിനുള്ള റൂൾസ്, നോംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. RBI സ്മോൾ ഫിനാൻസ് ബാങ്ക്സിനെ യൂണിവേഴ്സൽ ബാങ്ക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള നോംസ് ആണ് ലേ ഔട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ലിമിറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അൺചേഞ്ച്ഡ് അറ്റ് 6% ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റോക്സ് ഓഫ് സെക്യൂരിറ്റീസ്. RBI അപ്പോൾ RBI ഡാറ്റ പ്രകാരം FPI ലിമിറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 6% തന്നെയാണ് വെച്ചിരിക്കുന്നത് ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റോക്സ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ. ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റോക്സ് ഓഫ് സെക്യൂരിറ്റീസിൻ്റെ 6% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് FPIയുടെ ലിമിറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Deloitte India pegs financial year 25 GDP growth at 6.6%, raises financial year 2024 prediction. അപ്പോൾ ഡെലോയിറ്റ് ഇന്ത്യ പെഗ് ചെയ്തിരിക്കുകയാണ്, അതായത് ഫിനാൻഷ്യൽ ഇയർ 2025ൻ്റെ GDP ഗ്രോത്ത് അവർ പ്രഡിക്റ്റ് ചെയ്തിരിക്കുകയാണ് 6.6% ആയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൈസസ് ഫിനാൻഷ്യൽ ഇയർ 24 പ്രഡിക്ഷനാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 28th ഏപ്രിലാണ്. അപ്പോൾ ഓൺ 29th April 1971 ദ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഡോപ്റ്റഡ് ആൻ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കൺവെൻഷൻ. In 2003, the International Labour Organization announced that 28th April will be observed as a World Day for Safety and Health at Work ആയിട്ട് ഒബ്സർവ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് തീം ഫോർ ദിസ് ഇയേഴ്സ് വേൾഡ് ഡേ ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക്, ഈ ഒരു ഡേയുടെ തീമാണ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറ്റ് വർക്ക്. അതാണ് ഈ വർഷത്തെ തീം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Hitachi Payment Services announces launch of upgradable ATM. അപ്പോൾ ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസസ് അപ്ഗ്രേഡബിൾ ATMൻ്റെ ലോഞ്ച് അനൗൺസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസസ്, വൺ ഓഫ് ദ ലീഡിംഗ് നെയിംസ് ഇൻ പേയ്മെൻറ്റ്സ് ആൻഡ് കൊമേഴ്സ് സൊല്യൂഷൻസ്, അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് ദ കൺട്രീസ് ഫസ്റ്റ് upgradable ATM. The company said that the upgradable ATM can be transformed into a
high performance cash recycling machine at any point in time. Manufactured under the Make in India initiative, these new upgradable ATMs provide more flexibility. അവർ more flexibility പ്രൊവൈഡ് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസസ് ആണ് അപ്ഗ്രേഡബിൾ ATM ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, അനൗൺസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യക്ഷഗാന എക്സ്പോണൻ്റ് സുബ്രഹ്മണ്യ ധരേശ്വർ passes away at 67. അപ്പോൾ യക്ഷഗാന സ്പെയിൻ സുബ്രഹ്മണ്യ ധരേശ്വർ അന്തരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് 67 ഇയേഴ്സിൽ. സോ ഹൂ ഹാഡ് ഏൺഡ് ദ ഫെയിം ഓഫ് ഭഗവത് ശ്രേഷ്ഠ, ആ ഒരു ഫെയിമും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോർ ഹിസ് സിൻറ്റിലേറ്റിംഗ് വോയിസ് പാസ്ഡ് അവേ, അന്തരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. China launches 3 astronauts to Tiangong Space Station on Shenzhou 18 mission. അപ്പോൾ ചൈന ലോഞ്ച് ചെയ്തിരിക്കുകയാണ് 3 astronauts to Tiangong Space Station on Shenzhou 18 mission. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എക്കണോമിക് തിങ്ക് ടാങ്ക് NIPFP projects India's financial year 25 GDP growth at 7.1%. അപ്പോൾ എക്കണോമിക് തിങ്ക് ടാങ്ക് ആയ NIPFP പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ 25 GDP ഗ്രോത്ത് 7.1% ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. IAF അതായത് ഇന്ത്യൻ എയർഫോഴ്സ് സക്സസ്ഫുള്ളി ടെസ്റ്റ് എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ഇൻ അൻഡമാൻസ് significantly boosts standoff capabilities. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ അണ്ടമാൻസിൽ ടെസ്റ്റ് ചെയ്തു. സിഗ്നിഫിക്കൻ്റ്ലി ബൂസ്റ്റ് സ്റ്റാൻഡ് ഓഫ് കേപ്പബിലിറ്റീസ് സിഗ്നിഫിക്കൻ്റ്ലി ബൂസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ഇന്ത്യൻ എയർഫോഴ്സ് ഹാസ് അച്ചീവ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ വിത്ത് ദ സക്സസ്ഫുൾ ടെസ്റ്റ് ഫയറിംഗ് ഓഫ് an air-launched ballistic missile capable of hitting targets over 250 kilometers away. The missile, known as a Rox or a Crystal Maze 2, is of Israeli origin and was test-fired from Su-30 MKI fighter jet in the Andaman and Nicobar Islands. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വായിച്ചു, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അത്രയേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് എവിടെ വെച്ചാണിത് ടെസ്റ്റ് ഫയർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ ആൻസർ ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.